കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 37 അധ്യായം 23 തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവം എല്ലാറ്റിനും ഉപരിയായി പ്രഥമ സ്ഥാനത്തിന് അർഹനാണ്. മാനുഷിക ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിന് 2ാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ഒന്ന് ചിന്തിക്കണം. നിങ്ങളെ താങ്ങുവാൻ, സഹായിക്കുവാൻ, പരിപാലിക്കുവാൻ മനുഷ്യന് ഒരു പരിധിയുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ നിന്റെ കൂടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് പറയുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കരുത് എന്നോ മനുഷ്യബന്ധങ്ങൾക്ക് പരിഗണന കൊടുക്കരുത് എന്നോ അല്ല അർത്ഥമാക്കുന്നത്. 1ാം സ്ഥാനം നമ്മുടെ ദൈവത്തിന് നൽകിക്കൊണ്ട് യേശുവിന്റെ പുനരുത്ഥാനത്തിലെ പൊതുജീവനിലേക്ക് പ്രവേശിക്കുവാനും അവിടുന്ന് നൽകുന്ന സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ദൈവത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, യേശുവിനെ നാം സ്വന്തമാക്കണം. നമ്മുടെ സ്വന്തം രക്ഷകനായി, എന്റെ സ്വന്തം ദൈവമായി ചേർത്തു നിർത്തണം. മുന്തിരിച്ചെടി ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ നിയന്താവും സൃഷ്ടാവുമായി ദൈവത്തെ സ്വന്തമാക്കേണ്ടതുണ്ട്. ദൈവത്തിന് വസിക്കേണ്ട ആലയമായി നാം മാറേണ്ടതുണ്ട്. ദൈവത്തെ ആരാധനയിലൂടെയും സ്തുതി സ്തോത്രങ്ങളിലൂടെയും പ്രീതിപ്പെടുത്തുമ്പോൾ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായി ജീവിക്കുമ്പോൾ വചനം പറയുന്നു, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ, നമ്മുടെ പാദങ്ങളെ അവിടുന്ന് നയിക്കണമെങ്കിൽ നമുക്ക് കർത്താവിനോട് ആത്മാർത്ഥമായ ബന്ധം ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കും. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കണം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. അവിടുന്ന് ഇന്നും ജീവിക്കുന്ന ദൈവം. നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. യേശുവിനെ ഈ നിമിഷം നമുക്ക് ആരാധിക്കാം. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ യേശുവേ, എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ സകല ആവശ്യങ്ങളെ സമർപ്പിക്കാം. അവിടുത്തെ തിരുമുമ്പിൽ നമ്മുടെ വേദനകളെ സമർപ്പിക്കാം. ഇല്ലായ്മകളെ, കുറവുകളെ ഈശോയുടെ തിരുമുമ്പിൽ കൊടുത്തുകൊണ്ട് അവിടത്തെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. ഓ യേശുവേ, ഞങ്ങളോട് കനിയണമേ. പരിശുദ്ധാത്മാവേ, പുത്രനാമേശുവേ,
പിതാവേ ആരാധന. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പുത്രനാമേശുവേ പിതാവേ ആരാധന. ആമേൻ. ഹല്ലേലൂയ. എന്റെ കർത്താവേ എന്റെ നല്ലിടയ അങ്ങേക്കെന്നെന്നും ആരാധന. ത്രിയേക ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളോടും കുടുംബത്തോടും കരുണയുണ്ടാകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ. ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് യേശുവേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ ത്രിയേക ദൈവമേ അങ്ങേക്കെന്നും ആരാധന. ഓ എൻ്റെ കർത്താവായ യേശുവേ. പരിശുദ്ധ ത്രിത്വമേ ത്രിയേക ദൈവമേ അങ്ങേക്കെന്നും ആരാധന. ആമേൻ. എന്റെ കർത്താവേ എന്റെ നല്ലിടയ അങ്ങേക്കെന്നെന്നും ആരാധന. ഓ യേശുവേ ആരാധന. എന്റെ കർത്താവേ എന്റെ നല്ലിടയ അങ്ങേക്കെന്നെന്നും ആരാധന. യേശുവേ ആരാധന. പൂർണ്ണമായും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേക്കെന്നും മഹത്വമുണ്ട് യേശുവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്ന യേശു. കർത്താവിനെ ആരാധിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവിക ചൈതന്യം കടന്നു വരികയും ഇന്നേ ദിവസം കർത്താവായ യേശു നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.